പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, +1 അഡ്മിഷനുമായി ബന്ധപ്പെട്ട വീഡിയോ ആണ് കണ്ടത്. +1 അഡ്മിഷന് ഹാജരാക്കേണ്ട സർട്ടിഫിക്കറ്റുകൾ എന്തെല്ലാം? വിദ്യാർത്ഥികൾ പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധയോടെ കേൾക്കുക, അതോടൊപ്പം നോട്ട് ചെയ്യുക. ഓക്കെ. യോഗ്യതാ സർട്ടിഫിക്കറ്റ്, വിടുതൽ സർട്ടിഫിക്കറ്റ്, സ്വഭാവ സർട്ടിഫിക്കറ്റ്, ബോണസ് പോയിന്റ്, ഡൈ ബ്രേക്ക് എന്നിവ ആവശ്യപ്പെട്ടുള്ളവർ എല്ലാ സർട്ടിഫിക്കറ്റുകളുടെയും അസൽ ഹാജരാക്കണം. പ്രായപരിധി ഇളവ് വേണ്ടുന്നവർ പ്രോസ്പെക്റ്റിൽ പ്രതിപാദിക്കുന്ന തരത്തിലുള്ള ഉത്തരവുകളുടെ അസൽ ഹാജരാക്കണം. അപേക്ഷകർക്ക് 2024 ജൂൺ മാസം 1-ന് 15 വയസ്സ് പൂർത്തിയായിരിക്കണം. എന്നാൽ 20 വയസ്സ് കവിയാൻ പാടില്ല. ഭിന്നശേഷി വിഭാഗത്തിൽ പ്രവേശനം ലഭിക്കുന്ന വിദ്യാർത്ഥികൾ 40% കുറഞ്ഞ വൈകല്യമുണ്ടെന്ന് തെളിയിക്കുന്ന അംഗീകൃത മെഡിക്കൽ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. സാമുദായിക സംവരണം പരിശോധിക്കുന്നതിന് SLC ബുക്കിലെ സാമുദായിക വിവരങ്ങൾ മതിയാകാം. എന്നാൽ SLC ബുക്കിൽ നിന്നും വിഭിന്നമായ സാമുദായിക വിവരമാണ് സംവരണ വിഭാഗക്കാർ അപേക്ഷയിൽ നൽകിയിട്ടുള്ളതെങ്കിൽ റവന്യൂ ജാർജ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. LSS പരീക്ഷയിൽ യോഗ്യത നേടിയ വിദ്യാർത്ഥികൾ നിർദ്ദിഷ്ട മാതൃകയിലുള്ള AEO നൽകിയ സർട്ടിഫിക്കറ്റ് LSS സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. USS പരീക്ഷയിൽ യോഗ്യത നേടിയ വിദ്യാർത്ഥികൾ പരീക്ഷാ ഭവനിൽ നിന്നും നൽകിയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ് ഹാജരാക്കേണ്ടത്. NMMSS പരീക്ഷയിൽ യോഗ്യത നേടിയ വിദ്യാർത്ഥികൾ റിസൾട്ട് പേജ് ഹാജരാക്കണം. തുടർന്നുള്ള ഫ്രീ റിസർവേഷൻ മറ്റു ബന്ധപ്പെട്ട കാര്യങ്ങൾ അടങ്ങുന്ന PDF ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. എല്ലാ വിദ്യാർത്ഥികളും ഓപ്പൺ ചെയ്യേണ്ടത്. അതിനുശേഷം എന്തെങ്കിലും സംശയങ്ങൾ നിലനിൽക്കുകയാണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ നൽകിയിരിക്കുന്ന നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.